അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. 9ാമത്തെ പാഠം മുതലാണ് എക്സാമിന് വരുന്നത്. ഹാദാ വഖ്തുൽ അംബിയാഇ മിൻ ഖബ്ലിക്. ഈ പാഠത്തിലെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ സുന്നത്ത്. പൂർണ്ണമായി വഖ്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത വിധം നിസ്കാരം പിന്തിക്കൽ ഹറാം. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ വാജിബ്, നിർബന്ധം. ഉണരുമെന്ന് ഉറപ്പുള്ളപ്പോൾ സമയമായ ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്ത്. നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഡേഷ് നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചതു മുതൽ മേഘത്തിലെ ഡേഷ് മായുന്നത് വരെ, കടും ചുവപ്പ് മാഴുന്നത് വരെ. സുബ്ഹ് ഡേഷ് വെളിവായതു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. ഫജ്ർ സാദിഖ് വെളിവായതു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ത്? നിസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കൽ. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും കുറ്റകരമാണ്. എപ്പോൾ? സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, അസർ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം, അതായത് നട്ടുച്ച സമയം. നിസ്കരിക്കാതെ നിസ്കാര സമയമായ ശേഷം ഉറങ്ങുന്നതിൻ്റെ വിധി, കറാഹത്ത്. 10ാമത്തെ പാഠം ബറാഅത്തും മിനന്നാർ. അതിൻ്റെ തദ്രീബാത്തൊന്ന് നമുക്ക് നോക്കാം. അദാൻ സാവധാനത്തിലും ഇഖാമത്ത് ഡേഷിലും ആവൽ സുന്നത്താണ്, വേഗത്തിലും ആവൽ സുന്നത്താണ്. അദാനിലും ഇഖാമത്തിലും വാചകങ്ങൾക്കിടയിൽ തർത്തീബും ഡേഷും ഉണ്ടാവൽ ഷർത്താണ്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടരെയായിരിക്കുക. അദാനിനു നിയമിക്കപ്പെടുന്നവൻ ഡേഷ് അറിയുന്നവനാവണം, സമയം അറിയുന്നവനാവണം. നസ്ലു ചെരുമ്പടി ചേർക്കുക. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ഡേഷ്. ആയത്തുൽ കുർസി ഓതുക. ഇഖാമത്തിന് മുമ്പ് ഡേഷ് സ്വലാത്ത് ചൊല്ലുക. സുബ്ഹിൻ്റെ അദാനിൽ ഹയ്യാലകൾക്ക് ശേഷം തസ്വീബ് പറയുക. തസ്വീബ് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ഖൈറും മിനൻ നൗം എന്ന് പറയാം. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം സ്വലാത്തും സലാമും ദുആവും ചൊല്ലുക. ഈ പാഠത്തിലെ ചോദ്യോത്തരം നോക്കാം. 7 വർഷം അദാൻ വിളിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമെന്ത്? നരകമോചനം. അദാൻ വിളിക്കുന്നവർക്ക് ഖിയാമത്ത് നാളിൽ സാക്ഷി പറയും ആര്? മുഅദ്ദിനെ കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റു വസ്തുക്കളും. അദാനിൽ തല തിരിക്കണം എങ്ങോട്ട്? എപ്പോൾ? ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ വലതുഭാഗത്തേക്കും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ഇടതുഭാഗത്തേക്കും. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം ചൊല്ലണം എന്ത്? സ്വലാത്തും സലാമും ദുആഉം. നിസ്കാരത്തിനല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? പ്രസവിച്ച കുഞ്ഞിൻ്റെ ചെവിയിൽ, യാത്രക്കാരൻ്റെ പിറകിലും. നിസ്കാരത്തിലല്ലാതെ അദാൻ മാത്രം സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? ദുഃഖിതൻ്റെയും കോപമുള്ളവൻ്റെയും സ്വഭാവമോശമായ വ്യക്തിയുടെ ചെവിയിലും അഗ്നിബാധയുള്ള സമയത്തും. 11ാമത്തെ പാഠം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് എന്ന പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് പരിശോധിക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഏതാണ് അല്ലാഹു തആലയുടെ ഭവനങ്ങൾ? മസ്ജിദുകൾ. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലമേത്? മസ്ജിദുകൾ, പള്ളികൾ. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലമേത്? അങ്ങാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏത്? മസ്ജിദ് ഖുബാ. ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. മസ്ജിദ് നിർമ്മിച്ചവന് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഭവനം നൽകും. മസ്ജിദിൽ വെച്ച് നടത്തേണ്ട പ്രധാന കർമ്മങ്ങളിൽ 5 എഴുതുക.
ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക, ഖുർആൻ ഓതുക, ഇഅ്തികാഫ് ചൊല്ലുക. ഏറ്റവും ശ്രേഷ്ഠമായ 3 മസ്ജിദുകൾ ക്രമത്തിലെഴുതുക: മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. 3 മസ്ജിദുകളിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ: മസ്ജിദുൽ ഹറാം 1,00,000, മസ്ജിദുൽ നബവി 1000, മസ്ജിദുൽ അഖ്സ 500. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്ക്? പള്ളിയിലേക്ക് പതിവായി പോകുന്നവർക്ക്. ആരാണ് അല്ലാഹു തആലയുടെ അയൽവാസികൾ? മസ്ജിദ് പരിപാലിക്കുന്നവർ. മസ്ജിദിൽ പാടില്ല എന്തെല്ലാം? കച്ചവടം, നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കൽ, ശബ്ദമുയർത്തി സംസാരിക്കൽ. 12ാമത്തെ പാഠം തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന പാഠത്തിന്റെ തദ്രീബാത്ത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ബോധക്ഷയമുണ്ടായ സമയത്ത് നിസ്കാരം ഖളാ വീട്ടൽ. ഡി. സുന്നത്ത്. ഹൈദ് സമയത്തെ നിസ്കാരം ഖളാ വീട്ടൽ. എ. ഹറാം. ഉറക്കം കാരണം ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടൽ. ഇ. നിർബന്ധം. നിസ്കാരത്തിൽ അറിയാതെ ഭക്ഷണം കഴിച്ചാൽ. ബി. ബാത്തിലാകും. നിസ്കാരത്തിൽ ഒരു തവണ വിരൽ അനക്കിയാൽ. സി. ബാത്തിലാവുകയില്ല. നുജീബു. നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? മുസ്ലിമും മുക്കല്ലഫും ഹൈദ് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും. നിസ്കാരം മനസ്സിന് എന്ത് നൽകും? സന്തോഷവും സമാധാനവും. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആരെ? 5 വഖ്ത് നിസ്കാരം പൂർണ്ണമായി രീതിയിൽ നിസ്കരിക്കുന്നവർക്ക്. നിസ്കാരം നിർബന്ധമാക്കിയത് എപ്പോൾ? നുബുവത്തിന്റെ 10ാം വർഷം റജബ് 27 ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ. 13ാമത്തെ പാഠം ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ. സുന്നത്ത്, കറാഹത്ത്, ഹറാം. കറാഹത്ത്. നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച സ്ഥലം, വഴി, ഓഫീസ്, കപ്പൽ. വഴി. നുകമ്മിലുൽ ഖാനാത്ത്. കോളങ്ങൾ പൂർത്തീകരിക്കാം. നൃത്തത്തിലെ കറാഹത്തുകൾ: ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്തി നിൽക്കുക, കൈ ഊരയിൽ വെക്കുക. പാരായണത്തിലെ കറാഹത്തുകൾ: അഊദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. ഇമാം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ തുടങ്ങുക. ഇമാമിന്റെ സൂറത്ത് പാരായണം കേൾക്കുന്ന മഅ്മൂം സൂറത്തോതുക. ഉച്ചത്തിൽ ഓതേണ്ട സ്ഥലങ്ങളിൽ പതുക്കെയും പതുക്കെ ഓതേണ്ട സ്ഥലങ്ങളിൽ ഉച്ചത്തിൽ ഓതുക. ഉറങ്ങുന്നവർക്കോ നിസ്കരിക്കുന്നവർക്കോ ശല്യമുണ്ടാകുന്ന തരത്തിൽ ഉച്ചത്തിൽ ഓതുക. റുകൂഅ്, സുജൂദിലെ കറാഹത്തുകൾ: റുകൂഇൽ മുതുകിനേക്കാൾ തല ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക. ഇമാമ് തസ്ബീഹുകൾ 3ൽ കൂടുതലാക്കുക. സുജൂദിലേക്ക് കുനിയുമ്പോൾ കാൽ മുട്ട് വെക്കുന്നതിന് മുമ്പ് കൈ വെക്കുക. സുജൂദിൽ മൂക്ക് വെക്കാതിരിക്കുക. നിസ്കാരത്തിൽ പൊതുവെ വരുന്ന കറാഹത്തുകൾ: ആവശ്യമില്ലാതെ തല തിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളിലേക്ക് നോക്കുക, പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഷർട്ടിന്റെ കൈ പോലെയുള്ള വസ്ത്രഭാഗങ്ങൾ മടക്കി വെക്കുക, നജസിനു നേരെ നിന്ന് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങൾ: മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം. അഖുസിറത്തു സ്വലാത്തു അം നസീത യാ റസൂലല്ലാഹ് എന്ന പാഠത്തിന്റെ തദ്രീബാത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. സഹുവിന്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ മഅ്മൂമ്, മസ്ബൂക്ക്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനാണ് ശരിയുത്തരം. സജ്ദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്താൽ സുന്നത്താണ്. എന്ത്? തിലാവത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, സഹുവിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദാണ് ശരിയുത്തരം. സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിയാൽ, ഫാത്തിഹ ഒഴിവാക്കിയാൽ, സൂറത്ത് ഒഴിവാക്കിയാൽ, ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിയാൽ. അതാണ് ശരി. നിസ്കാരത്തിനു പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകൾ 3, 4, 2. 4 ഫർളുകളാണ്. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഏത് സുജൂദ്? സഹുവിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. ശുക്റിന്റെ സുജൂദാണ്.
നുക്കമ്മിലു സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് തിലാവത്തിന്റെ സുജൂദിലെ ദിക്റാണ്. സലാം ചൊല്ലുന്നതിന് അല്പം മുമ്പ് സഹുവിന്റെ സുജൂദ് ചെയ്യണം. അല്പം മുമ്പ്. നുജീബു ദുൽ യദൈൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്ത്? അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടതോ? സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താകും ആർക്ക്? അതിന്റെ ഉത്തരം അബാദ് സുന്നത്തുകളിൽ വല്ലതും ഒഴിവാക്കുകയോ ഒഴിവാക്കി എന്ന് സംശയിക്കുകയോ ചെയ്യുക. ഖൗലിയായ ഫർദിനെയോ അബാദ് സുന്നത്തിനെയോ സൂറത്തിനെയോ അസ്ഥാനത്ത് ഓതുക. മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം മറന്നു ചെയ്യുക. റക്അത്തുകൾ കൂടുതലായോ എന്ന സംശയത്തോടെ നിസ്കരിക്കുക എന്നീ കാര്യങ്ങളുണ്ടായാൽ സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. ശുക്റിന്റെ സുജൂദ് സുന്നത്താണ് എപ്പോഴെല്ലാം അപ്രതീക്ഷിതമായി അനുഗ്രഹമുണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും മുസീബത്തിലകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിഖുകളെ കാണുമ്പോഴും. 15ാമത്തെ പാഠം ദാക്ക ശൈത്താനുൻ യുഖാലു ലഹു ഖിൻസിബ്. അതിന്റെ തദ്രീബാത്ത് നോക്കാം. കോഴിൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഇമാം എന്തു ചെയ്യണം? ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ശേഷം റുകൂഅ് ചെയ്ത് തർത്തീബോടെ മറ്റു റുക്നുകൾ ചെയ്യണം. ഒരു റക്അത്തിലെ ഖിയാമിൽ തൊട്ടു മുമ്പുള്ള റക്അത്തിൽ ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം? കഴിഞ്ഞുപോയ റക്അത്ത് പരിഗണനീയമല്ല. അതിനാൽ ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. മഅ്മൂം അബാദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ എന്തു ചെയ്യണം? ഇമാമിനോട് ചേരുന്നതിനു വേണ്ടി അതിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തമം. മഅ്മൂം അബാദ് സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്തു ചെയ്യണം? ഇമാമോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. 16ാമത്തെ പാഠം അഫല ഉഹിബ്ബു അൻ അകൂന അബദൻ ഷക്കൂറ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഫർദ് നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കും എന്ത്? സുന്നത്ത് നിസ്കാരം. 2. സുന്നത്ത് നിസ്കാരം എത്ര വിധം? 2. മുത്തലഖായ സുന്നത്ത് നിസ്കാരം ചുരുങ്ങിയത് എത്ര റക്അത്ത്? 1 റക്അത്ത്. പെരുന്നാൾ നിസ്കാരം എത്ര റക്അത്ത്? 2. ഒരു റക്അത്തിൽ 2 റുക്കൂ ഉള്ള നിസ്കാരം ഏത്? ഗ്രഹണ നിസ്കാരം. തറാവീഹ് നിസ്കാരം എത്ര റക്അത്ത്? 20. നുക്കമ്മിലു പൂരിപ്പിക്കാം. വിത്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ഡാഷ് റക്അത്താണ്, 11 റക്അത്താണ്. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ ഡാഷ് റക്അത്താണ്, 10 റക്അത്താണ്. അത്തായ സമയമാണ് ഡാഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം, തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. തഹജ്ജുദ് നിസ്കാരം ശരീരത്തിൽ നിന്ന് ഡാഷ് പുറം തള്ളുന്നു, ശരീരത്തിൽ നിന്ന് രോഗത്തെ പുറന്തള്ളുന്നു. ഈ പാഠത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ തയ്യാറാക്കി ഉത്തരം എഴുതുക. 1. സുന്നത്ത് നിസ്കാരം എത്ര വിധം ഏതെല്ലാം? 2 വിധം മുത്ലഖ് മുഖയ്യദ്. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മുഖയ്യദായ സുന്നത്ത് നിസ്കാരം എത്ര വിധം ഏതെല്ലാം? 2 വിധം, ജമാഅത്ത് സുന്നത്തുള്ളതും ഇല്ലാത്തതും. ളുഹാ നിസ്കാരത്തിന്റെ സമയം എപ്പോൾ? സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതു മുതൽ ഉച്ചയാകുന്നത് വരെ. ഗ്രഹണ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്ത്? 1 റക്അത്തിൽ 2 ഖിയാമും 2 റുകൂഉം ഉണ്ടാകും. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം എപ്പോൾ? ഇശാ വഖ്ത് പ്രവേശിച്ചതിന് ശേഷം ഉറങ്ങി ഉണർന്നതു മുതൽ സുബ്ഹി വരെ. ഇത്രയും ഭാഗങ്ങളാണ് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.